സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ചുള്ള തീർത്ഥാടനം നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് കത്തോലിക്ക സഭയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും ആദ്യസ്ഥ അപേക്ഷിക്കുന്ന അത്ഭുത പ്രവർത്തകനായ ഇറ്റലിയിലെ പാദുവയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ അടുത്തേക്ക്. പാദുവ നഗരം റോമ നഗരത്തോളം പഴക്കമുള്ള വളരെ ആന്റിക്കായിട്ടുള്ള ഒരു നഗരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാദുവയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കത്തീഡ്രൽ പള്ളിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത്ഭുതങ്ങളുടെ വിശുദ്ധൻ മാത്രമല്ല വിശുദ്ധ അന്തോണീസ്, ദൈവസ്നേഹത്താൽ കത്തിയെ ഒരിഞ്ഞ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ അന്തോണീസിൻ്റെത്. ആ ഒരു ജീവിതം നമുക്ക് കാണിച്ചു തരിക എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ആ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ആ വിശുദ്ധിയും നന്മയൊക്കെ പകർന്നെടുക്കുവാനായിട്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിശുദ്ധിയും നന്മയും പ്രാപിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ സംസ്കരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ആ കല്ലറയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ അഴുകാത്ത നാവ്, അഴുകാത്ത താടിയല്, ഇതൊക്കെ ഇവിടെ സൂക്ഷിക്കപ്പെട്ടു. നമ്മളിതാ വിശുദ്ധമായ ഈ ദേവാലയത്തിലേക്ക്, വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ഈ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിമനോഹരമായ വലിയ ഒരു കത്തീഡ്രൽ ദേവാലയമാണിത്. ഒത്തിരി തീർത്ഥാടകരെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ്. ദേവാലയത്തിൻ്റെ കയറി വരുമ്പോൾ തന്നെ മുൻഭാഗത്ത് ഇടതുവശത്ത് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ ഉണ്ണീശോയെയും എന്തി നിൽക്കുന്ന ഒരു രൂപം നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അൾത്താരയുടെ അഭിമുഖമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ദേവാലയം മുഴുവൻ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്കുള്ള സമയം അടുത്തു വരുന്നു. ഇതിനായിട്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഓരോരുത്തരും ഇരിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും വിശുദ്ധ കുർബാനകളുണ്ട്. ഒരു വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അടുത്ത ഒരു വിശുദ്ധ കുർബാനയ്ക്കുള്ള സമയം തന്നെയാണ്. കാരണം അത്രയധികം തീർത്ഥാടകർ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുവാനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഒഴുകിയെത്തുന്നത് കൊണ്ടാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഒരു പതിവ് എന്ന് പറയുന്നത് നമ്മൾ ദേവാലയത്തിൽ വന്ന് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് അതിനുശേഷം ദേവാലയത്തിൽ അൾത്താരയുടെ ഇടതുഭാഗത്ത് ആയിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കബറിടമാണ്. നമ്മൾ അങ്ങോട്ട് നീങ്ങുകയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അൾത്താരയുടെ പുറകിൽ ആയിട്ട് ഒത്തിരി ചെറിയ ചാപ്പലുകളുണ്ട്. അവിടെ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. കുമ്പസാരിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് അണയുക. സ്നേഹമുള്ളവരെ, വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കബറിടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ നാവ് അഴുകാതെ ഇപ്പോഴും ഇരിക്കുന്നു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് ഇന്നും പ്രവർത്തിക്കുമ്പോൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1195 ഓഗസ്റ്റ് 15 ജനിച്ച് ഈ ഒരു ലോകത്ത് വന്ന് തൻ്റെ ദൗത്യം നിറവേറ്റി വെറും 36 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം കൊടുത്ത വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ. നീണ്ട വലിയൊരു ക്യൂ ആണ് നിൽക്കുക. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് വേണം നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരുവാനായിട്ട്. ഇവിടെ വിശുദ്ധ കുർബാന തുടങ്ങുന്നു. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ നമുക്കറിയാം ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പാവപ്പെട്ടവരുടെ മധ്യസ്ഥൻ, മീൻപിടുത്തക്കാരുടെ മധ്യസ്ഥൻ, യാത്രക്കാരുടെ മധ്യസ്ഥൻ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, കാണാതെ പോയ വസ്തുക്കൾ വീണ്ടെടുത്ത് കിട്ടാനായിട്ട് നമ്മൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്താണ് മധ്യസ്ഥം വഹിക്കുക. അതുപോലെ അത്ഭുത പ്രവർത്തകൻ എന്ന അനവധി പേരുകളിൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ അറിയപ്പെടുക. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ആ ജീവിതത്തിൻ്റെ വിശ്വാസ തീഷ്ണത, എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച്
വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഈശോയെ പ്രഘോഷിച്ച വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് കല്ലറയുടെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ എല്ലാം വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഒരിടത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വിശ്വാസികൾ അവരിടത്തിൻ്റെ പുറകുഭാഗത്തേക്ക് വന്ന് ഇവിടെയാണ് നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കുക. ഇനി വിശ്വാസത്തോടെ ഈശോയെ പ്രഘോഷിച്ച വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അഴുകാത്ത നാവിൻ്റെ അടുത്തേക്ക് റിലിക്സ് വെച്ചിരിക്കുന്ന സാങ്ച്വറിയിലേക്കാണ് നമ്മൾ നീങ്ങുക. അതിനു മുമ്പ് ഒത്തിരിയേറെ സാങ്ച്വറികൾ, മനോഹരമായ പെയിൻറ്റിങ്ങുകളാൽ തീർത്ത സാങ്ച്വറികൾ ഉണ്ട്. അതുപോലെ ഇവിടെ കുമ്പസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. 1195 ഓഗസ്റ്റ് 15 പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ജനിച്ച വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മാതാപിതാക്കൾ അവിടുത്തെ രാജകൊട്ടാരത്തിലെ ജോലിക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാജകുമാരനെ പോലെയാണ് അന്നയെ വളർത്തിയത്. 15-ാം വയസ്സിൽ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ അന്തോണീസ് പുണ്യാളൻ ചേർന്നു. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ കൊയിംബ്രയിലെ ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയിരുന്ന 5 ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അവർ ആഫ്രിക്കയിലെത്തി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ കുറച്ചു നാൾക്ക് ശേഷം വധിക്കപ്പെടുകയും ആ ശരീരങ്ങൾ കൊയിംബ്രയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം ധീരരായ ആ ഫ്രാൻസിസ്കൻ സന്യാസിമാരെ അനുകരിക്കാനായിട്ട്, രക്തസാക്ഷിയായിട്ട്, ഈശോയ്ക്ക് രക്തസാക്ഷിയായിട്ട് തീരാനുള്ള വലിയൊരു ഉത്തേജനം അന്തോണീസ് പുണ്യാളന് നൽകി. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ അന്തോണീസ് പുണ്യാളൻ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലെ അംഗമായി. ഫ്രാൻസിസ്കൻ വൈദികനായ ശേഷം ആഫ്രിക്കയിലേക്ക് പോകാനുള്ള, അവിടെ പോയി ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ആഗ്രഹം അധികാരികളെ അറിയിച്ചു. അവരുടെ അനുഭവത്തോടു കൂടെ ആഫ്രിക്കയിലേക്ക് ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് കടന്നു ചെന്നു. എന്നാൽ അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ രോഗിയായി മാറി. അതിനുശേഷം സ്വദേശത്തേക്ക് മടങ്ങാൻ വേണ്ടി വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ കപ്പലിൽ കയറി. എന്നാൽ കൊടുങ്കാറ്റിന് നിമിത്തം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേരുന്നത്. ഇറ്റലിയിൽ മോന്തോപോള എന്ന ആശ്രമത്തിൽ താമസിച്ചു. അവിടെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന് കൊടുത്തിരുന്ന ജോലി എന്ന് പറയുന്നത് ഭക്ഷണം പാകം ചെയ്യുക, വിറക് വെട്ടുക, മുറി അടിച്ചുവാരി ക്ലീൻ ചെയ്യുക, പാർലർ നോക്കുക, അങ്ങനെ എളിയ ജോലിയായിരുന്നു വിശുദ്ധ അന്തോണീസ് പുണ്യാളന് നൽകിയിരുന്നത്. അങ്ങനെ ഈ ചെറിയ ജോലികൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ആത്മാർത്ഥതയോടൊക്കെ ചെയ്യുന്ന അന്തോണീസ് പുണ്യാളനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതിടയ്ക്കാണ് ഫുർലിയിൽ ഒരു പുരോഹിത പട്ടം കൊടുക്കൽ ചടങ്ങ് നടക്കുക. അന്ന് പ്രസംഗിക്കേണ്ട വൈദികൻ താമസിച്ചു വരികയോ എത്താതിരിക്കുകയോ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പലരോടും പ്രസംഗിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഒരുങ്ങിയിട്ടില്ല എന്ന കാരണത്താൽ പലരും പിന്മാറിയപ്പോൾ ആശ്രമത്തിലെ സുപ്പീരിയർ ചെറുപ്പക്കാരനായ 26-കാരനായ അന്തോണീസ് പുണ്യാളനോട് പ്രസംഗിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ പ്രസംഗിച്ചു. അന്തോണീസ് പുണ്യാളൻ്റെ പ്രസംഗ ചാതുര്യവും നിറഞ്ഞ ആത്മീയതയും അതോടൊപ്പം വിജ്ഞാനവും ദൈവിക ജ്ഞാനവും ഒക്കെ എല്ലാവരും ശ്രമിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് ഈ പ്രശസ്തി എല്ലായിടത്തേക്കും ഒഴുകിയെത്തി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചെവിയിലും ഇതെത്തി. അങ്ങനെ ഇറ്റലി മുഴുവൻ പ്രസംഗിക്കുവാനായിട്ട് അന്തോണീസ് പുണ്യാളനെ ഫ്രാൻസിസ് അസീസി നിയോഗിക്കുകയാണ്. അങ്ങനെ ഫാദർ ആൻ്റണി തെരുവീതികളിലും കടൽ തീരത്തൊക്കെ നിന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. വമ്പിച്ച ജനാവലി ഏറെ ശ്രദ്ധയോടുകൂടിയാണ് അന്തോണീസ് പുണ്യാളൻ്റെ പ്രസംഗം ശ്രമിച്ചത്. ഇത് അന്തോണീസ് പുണ്യാളനെ അടക്കം ചെയ്ത അന്നത്തെ പെട്ടിയാണ്. ഇവിടെ നമുക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അഴുകാത്ത നാവും അതുപോലെ എല്ലാ റിലിക്സും നമുക്ക് കാണാവുന്നതാണ്. ഒരിക്കൽ അന്തോണീസ് പുണ്യാളൻ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ കുറിപ്പ് ആരോ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ മോഷ്ടാവിൻ്റെ നേർക്ക് ആരോ ഒരാൾ വാൾ ഊരി പിടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തോന്നിയതുപോലെ അദ്ദേഹം ആ കുറിപ്പ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കളെ തിരികെ കിട്ടാനായിട്ട് അന്നു മുതൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളനോട് ആളുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞു നിന്ന വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ സഹോദരന്മാരെ ദൈവശാസ്ത്രം പഠിപ്പിക്കുവാനായിട്ട് ഏൽപ്പിച്ചു. നമുക്ക് തിരുശേഷിപ്പുകൾ ഓരോന്നായിട്ട് കാണാം. ഇവിടെ നമ്മൾ കാണുക ബെത്ലഹേമിൽ നിന്ന് കൊണ്ടുവന്ന കലിത്തൊഴുത്തിലെ ഒരു കല്ലാണ് തിരുശേഷിപ്പായിട്ട് കാണുക. അതിന് തൊട്ട് മുകളിലായിട്ട് ദൈവവചനം പ്രഘോഷിച്ച
വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അഴുകാത്ത നാവ് നമുക്ക് കാണാം. തിരുശേഷിപ്പുകളുടെ ഒരു കലവറ തന്നെയാണ് ഇവിടെ എന്ന് നമുക്ക് പറയാം. ഇതിന് തൊട്ടടുത്ത ഷെൽഫിൽ ഇവിടെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അഴുകിപ്പോകാത്ത സ്കിന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലാണ് സ്കിന്ന്. അതിന് മുകളിലായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ജോ അല്ലെങ്കിൽ താടിയെല്ലും പല്ലും ഒക്കെ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അഴുകിപ്പോകാത്ത സ്കിന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മുടി തിരുശേഷിപ്പായിട്ട് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത തിരുശേഷിപ്പുകളുടെ ഒരു കൂടാണ് നമ്മൾ കാണുക. ഇവിടെ ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈശോയുടെ കുരിശിൻ്റെ തിരുശേഷിപ്പുകളാണ് സൂക്ഷിച്ചു വച്ചിരിക്കുക. നമുക്ക് ഈ തിരുശേഷിപ്പുകളുടെ മുൻപിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ ഈശോ പറയുന്ന മലകളെ മാറ്റാൻ കഴിവുള്ള വിശ്വാസ തീഷ്ണതയായിരുന്നു വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റേത്. ഒരിക്കൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ ഫ്രാൻസിലായിരിക്കുമ്പോൾ ബോൺവില എന്നൊരു യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുവോസ്തി വെറും അപ്പകഷ്ണമാണ്, അത് ദൈവമല്ല. തുടർന്ന് അദ്ദേഹം ആന്റണിയെ വെല്ലുവിളിച്ചു, ഞാനൊരു കഴുതിയെ ചന്തസ്ഥലത്ത് കെട്ടിയിടാം, 3 ദിവസം അതിന് തീറ്റ കൊടുക്കുകയില്ല, അനന്തരം അതിന് കുറേ ഭക്ഷണം ഇട്ട് കൊടുക്കാം, താങ്കൾ തിരുവോസ്തി കാണിച്ചു കൊള്ളുക, കഴുത ആ ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന്. അന്തോണീസ് പുണ്യാളൻ ആ വെല്ലുവിളി വിശ്വാസത്തോടു കൂടെ തന്നെ സ്വീകരിച്ചു. തിരുവോസ്തി പ്രദക്ഷിണമായിട്ട് കൊണ്ടുവന്നു. യഹൂദൻ കഴുതയ്ക്ക് ഭക്ഷണം ഇട്ടുകൊടുത്തു. എന്നാൽ കഴുത ഭക്ഷണത്തിലേക്ക് നോക്കാതെ തല താഴ്ത്തിപ്പിടിച്ച് തിരുവോസ്തിയെ വണങ്ങി. അതായിരുന്നു വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ വിശ്വാസ തീഷ്ണത. അന്തോണീസ് പുണ്യാളൻ്റെ രൂപങ്ങളിലും ഫോട്ടോകളിലൊക്കെ ഉണ്ണീശോയെ ഏന്തി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. കാരണം ഒരു ഉണ്ണീശോ ഭക്തനായിരുന്നു വിശുദ്ധ അന്തോണീസ്. എല്ലായ്പ്പോഴും ഉണ്ണീശോയോട് പ്രാർത്ഥിക്കുന്ന അന്തോണീസ് പുണ്യാളൻ പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കിയപ്പോൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് ഉണ്ണീശോ ഉണ്ട്. അതുപോലെ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു അവസരത്തിൽ ഉണ്ണീശോ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ കയ്യിൽ ഉണ്ണീശോ ഇരിക്കുന്ന രൂപവും ഫോട്ടോയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 1231 തൻ്റെ 36ാമത്തെ വയസ്സിൽ നിറയൗവനത്തിൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ താൻ സ്നേഹിച്ച് പ്രഘോഷിച്ച ഈശോയുടെ അടുത്തേക്ക് യാത്രയായി. നമ്മളും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധൻ്റെ മാധ്യസ്ഥ അനുഗ്രഹങ്ങൾ നമുക്കും സ്വീകരിക്കാം.